ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി അഡ്വഞ്ചർ ഹൊറർ മൂവിയുടെ കഥ കേട്ടാലോ. ഒരു 6 സ്കൂൾ പിള്ളേര്. അപ്പൊ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവാൻ വേണ്ടി ഭയങ്കര താല്പര്യം. അതിനുവേണ്ടി ഇവരെന്താ ചെയ്തതെന്ന് അറിയോ? ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പഴയ ബിൽഡിംഗ്, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തതാണ്. ആ സ്ഥലത്തേക്ക് ഒരു ദിവസം രാത്രി ഇവർ 6 പേരും പോവാണ്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ഇവർ വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഇവരൊരു റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ പെട്ടെന്നൊരു കിണർ ഉണ്ടാവുകയാണ്. നിറയെ വെള്ളം ആ ഒരു കിണറിലേക്ക് ഇവർ 6 പേര് വീണു പോകുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവരുണ്ടായിരുന്നത് ആ റൂമിലല്ല, പകരം ഒരു കാട്ടിലായിരുന്നു. കാട്ടിലൂടെ നടന്നു പോയി അവരെത്തുന്നത് ഒരു വലിയ വീട്ടിലേക്കാണ്. അതിനുള്ളിൽ വലിയ ചില ആപത്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ദുഷ്ടയായിട്ടുള്ള ഒരു സാത്താൻ. അപ്പൊ ശരിക്കും എന്താണ് ഈ ഒരു ലോകം? ആ കിണർ എന്താണ്? എങ്ങനെയാണ് ഇവർ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്? ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ കേൾക്കാം. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു അഡ്വഞ്ചർ ഹൊറർ മൂവിയാണ്. നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ അടച്ചുമൂട്ടിയൊരു റൂമിൽ കുറച്ചധികം ആൾക്കാർ ഒരു സ്ത്രീയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ കൊണ്ട് എന്തോ ഒരു കാര്യം ചെയ്യിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ മകളെ ബലമായിട്ട് തന്നെ ഇവരൊരു ഭാഗത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഈ സ്ത്രീയെ കൊണ്ട് അവരെന്തോ ചെയ്യിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റേതോ ഒരാളെ പൂർണ്ണമായിട്ടും തുണിയിൽ കവർ ചെയ്ത് ഒരു ശവത്തിനെ പൊതിഞ്ഞു വെച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം ആ കൂട്ടത്തിലെ ലീഡർ അയാളൊരു പ്രത്യേകതരം പേപ്പറുമായിട്ട് ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു പ്രത്യേകതരം കത്തിയുണ്ട്. ആ കത്തി അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണം, മര്യാദക്ക് ഇതിലുള്ളത് വായിക്കുന്നു പറയണം. ആദ്യമൊന്നും ആ ഒരു സ്ത്രീ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ റൂമിന്റെ വാതിൽ പൊളിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് വേറെ കുറച്ച് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇവിടെ 4 കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ ഒരു പ്രത്യേകതരം കൾട്ട് ഗ്രൂപ്പ് ആ പാവം പിടിച്ച സ്ത്രീയെ കൊണ്ട് എന്തോ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ നോക്കുന്നു. ആ സ്ത്രീയും കുട്ടിയാണെങ്കിൽ ഇവരുടെ കയ്യിൽപ്പെട്ട് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൾട്ട് ഗ്രൂപ്പ് ഒരാളെ ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിട്ടില്ലേ, അയാളാണെങ്കിൽ പേടിച്ച് വിറച്ച് എന്താ സംഭവിക്കുന്നതിന് പോലും അറിയാതെ നിൽക്കുക. ഇതിനും പുറമെ പുറത്തുനിന്ന് ആരോ ചില ആൾക്കാർ ഈ റൂമിന്റെ ഉള്ളിലേക്ക് കടക്കാനും നോക്കുന്നുണ്ട്. ആകെ കൂടി എല്ലാവർക്കും ഭയങ്കരമായ ഒരു വെപ്രാളം. അതുപോലെ ആ ഒരു കൾട്ട് ടീമിന് വളരെ കുറച്ച് സമയമുള്ളൂ. അതിനുള്ളിൽ അവർക്ക് എന്തോന്ന് ചെയ്തു തീർക്കണം. ഇപ്പൊ ബലമായിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്ത് എന്തൊക്കെയോ വായിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ആ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സ്ത്രീ ആണെങ്കിൽ അതിലേക്ക് നോക്കി വായിക്കുന്ന സമയത്ത് തിളക്കമുള്ള ചില അക്ഷരങ്ങൾ അതിൽ തെളിഞ്ഞു വരികയാണ്. മാന്ത്രികമായ ഏതോ ഒരു ലോകവും അതിലേക്ക് പോകാനുള്ള ഒരു കിണറും അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ സ്ത്രീ ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് വായിക്കുന്ന സമയത്ത് അവിടെ തുണിയിൽ ഒരാളെ മൂടി വെച്ചിട്ടില്ലേ, ആ തുണി ഊരുകയാണ്. അയാളുടെ മുഖത്തുനിന്ന് ആ ഒരു തുണി മാറ്റിയ സമയത്ത് വായിൽ നിന്നും ഇയാളെ ചോര ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അയാൾ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എടീ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ഇത് ചെയ്യാനായിട്ട്? ഈ സമയം ആ മനുഷ്യനെ ബലമായി പിടിച്ചു വെച്ച് ഇയാളുടെ വായിലേക്ക് ഈ ഗ്രൂപ്പിന്റെ ലീഡർ കൈയിട്ട് അതിനുള്ളിൽ നിന്നും ഒരു ബെൻഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു കത്തി ഇയാൾ വലിച്ചെടുക്കുന്നുണ്ട്. തിളക്കമുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആ ഒരു കത്തിയുടെ പുറംഭാഗത്തായിട്ടുണ്ടായിരുന്നു. പാവം ആ മനുഷ്യൻ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ആ കത്തി തന്നെ ഉപയോഗിച്ച് ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ അയാളെ കുത്തി കൊല്ലാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചിരുന്ന ആൾക്കാർ ആ വാതിൽ പൊളിച്ച് ഉള്ളിലേക്ക് വരികയാണ്. ആ വന്നത് മറ്റാരുമല്ല, പോലീസുകാരായിരുന്നു. വന്ന ഉടനെ ഈ കൾട്ട് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ മന്ത്രവാക്യങ്ങൾ വായിച്ച സ്ത്രീ, അവരും അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു മന്ത്രത്തിന്റെ എഫക്ട് കാരണമായിരിക്കണം. മാത്രമല്ല ഈ കൾട്ട് ഗ്രൂപ്പ് ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ആളും അയാളും മരിച്ചു പോവാണ്. ആകെ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടത് ആ സ്ത്രീയുടെ മകള് മാത്രമാണ്. എന്തായാലും ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പോലീസുകാർ ഇവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റ് ടൈമിൽ കാണിക്കുകയാണ്. ഒരു സ്കൂളിലിരിക്കുന്ന ഒരു പെൺകുട്ടി എന്തോ ഒരു സ്വപ്നം കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. അതുപോലെ ഈ ലിൻഡ ആരാണെന്ന് മനസ്സിലായോ? കുറച്ചു മുന്നേ പോലീസുകാർ റെസ്ക്യൂ ചെയ്ത ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയാണ് ലിൻഡ. ഇപ്പൊ വളർന്നു വലുതായി ഒരു ടീനേജ് പെൺകുട്ടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ചെറിയ പ്രായത്തിൽ നടന്ന ആ ഒരു കാര്യം ഒരു ട്രോമ പോലെ അവളുടെ മൈൻഡിലുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് മയങ്ങി പോയാൽ വരെ അവൾ ഈ ഒരു കാര്യം കണ്ട് ഞെട്ടി എഴുന്നേൽക്കും. എന്തായാലും ഇപ്പൊ സ്കൂളിൽ വിടാൻ നേരായിട്ടുണ്ട്. ക്ലാസ് വിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ലിൻഡയെ മാത്രം ടീച്ചർ വിളിക്കണം. അവളോടൊരു കാര്യം പറയുന്നുണ്ട്, ലിൻഡ കുറച്ച് ദിവസമായിട്ട് നിന്റെ ഈ ക്ലാസ്സിലെ പെരുമാറ്റമൊന്നും അത് അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അതുപോലെ തന്നെ മാർക്കും ഭയങ്കര കുറവാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നന്നായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ലിൻഡ തലയാട്ടി നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം പാർട്ട് ടൈം ആയിട്ട് അവിടെ ജോലി ചെയ്തിട്ടാണ് അവൾ ജീവിച്ചു പോകുന്നത് തന്നെ. ഇപ്പൊ അവിടെയുള്ള ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലെ അവളുടെ മറ്റൊരു കൂട്ടുകാരിയുണ്ട്. അവള് വന്നിട്ട് ഫോണിൽ ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരെ ഇപ്പോൾ ലിൻഡയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ വീഡിയോ എടുക്കുകയാണ്. ഇപ്പൊ ലിൻഡയ്ക്ക് അതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നീ ഒന്ന് ഫോൺ മാറ്റി വെച്ചേ, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയണം. എന്നാൽ അവളുടെ ആ ഒരു കൂട്ടുകാരി പറയണത്, ലിൻഡ നിനക്ക് അറിയാട്ടാ, സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ നിനക്ക് നല്ല ഫാൻസ് ഉണ്ട് കേട്ടാ. ഇടി നിനക്ക് ആ ഒരു ചാൻസ് ഒന്ന് ഉപയോഗിച്ചൂടെ? ഈ ലൈവ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിന്റെ വീഡിയോ കാണും. എന്നാൽ ലിൻഡ പറയണ എനിക്കതിൽ യാതൊരു താല്പര്യമില്ല, അത് വേണ്ടാന്ന് തന്നെ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ പുറത്ത് ലിൻഡയുടെ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുറച്ച് പിള്ളേരെ കാണിക്കുക.
കാണിക്കുകയാണ്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ജെസിക്ക. കൂടെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബെന്നും ഉണ്ട്, പിന്നെ അവരുടെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള ഡയാനയും ഉണ്ട്. അപ്പൊ ഇവര് മൂന്നുപേരൊന്ന് ഫോണിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഈ ജെസിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. എങ്ങനെയെങ്കിലും കുറെ ഫോളോവേഴ്സിന് ഉണ്ടാകണം, നല്ല വ്യൂസ് ഒക്കെ കൊണ്ടുവരണം, ഈ ഒരു ചിന്ത മാത്രമേ അവൾക്കുള്ളൂ. എന്ന് എത്ര കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവൾക്ക് ഒട്ടും ഫോളോവേഴ്സും കയറുന്നില്ല, വ്യൂസും കിട്ടുന്നില്ല. പക്ഷേ ലിൻഡ ആണെങ്കിൽ ഒന്നും ചെയ്യാതെ അവളുടെ ചുമ്മാ ഒരു വീഡിയോ ഇട്ടാൽ വരെ അതങ്ങോട്ട് വൈറലാവും. നേരത്തെ ലിൻഡയോട് അവളുടെ കൂട്ടുകാരി പറഞ്ഞല്ലേ, അതായത് സ്കൂളിൽ അവൾക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന്. എന്തിന്റെ പേരില്ല എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിന് ശേഷം ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ലിൻഡയെ വീണ്ടും കാണിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് അവളുടെ ഒരു സീനിയർ ആയിട്ടുള്ള എറിക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ എറിക്കിനെ കണ്ടപാട് തന്നെ ലിൻഡ പറയണ, ഹായ് ചേട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇപ്പൊ എറിക്ക് പറയണ, ലിൻഡ നീ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കേണ്ട, എറിക്കിന്ന് തന്നെ വിളിച്ചാൽ മതി. കാരണം ഈ എറിക്കിന് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് കേട്ടോ. എന്നാൽ ഇതുവരെയായിട്ടും തുറന്ന് പറഞ്ഞിട്ടുമില്ല. ചുമ്മാ അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അവനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇതേ നേരം തന്നെ പുറത്ത് നമ്മുടെ ജെസിക്കയും ബെന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ബെൻ ഇവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു പെൺകുട്ടി ഇവിടെ ഹോണ്ടഡ് ആയിട്ടുള്ള പൂട്ടിയിട്ട ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നന്നായിട്ട് ഫേമസ് ആയി, കുറെ വ്യൂസും വന്നു. എന്നാൽ പിന്നെ നമുക്കും അങ്ങോട്ടേക്ക് പോയിട്ട് അതുപോലൊരു വീഡിയോ ചെയ്താലോ എന്ന് ജെസിക്കയോട് പറയണം. ഇത് കേട്ടപാട് തന്നെ ജെസിക്ക ചാർജ് ആവാണ്. ഉറപ്പായിട്ടും നമുക്ക് എന്തായാലും ഇത് ചെയ്യണം എന്ന് പറയാം. ഇതേ നേരം അങ്ങോട്ടേക്ക് എറിക്കും വരുന്നുണ്ട്. എറിക്കും ഇവരുടെ ഒരു ഗ്യാങ്ങിൽ പെട്ടാണ് കേട്ടോ. അപ്പൊ എറിക്കിനോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഓക്കെ നമുക്കിത് ചെയ്യാം, പക്ഷേ ഒരാൾ കൂടെ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ ഒരു പവർ ആയേനെ. അതിനുവേണ്ടി ഇവർ കൂട്ടുപിടിക്കുന്നത് അലക്സ് എന്ന് പറഞ്ഞ ഒരു പയ്യനെയാണ്. ആളൊരു വാളി കേസാണ്. ഈ ജൂനിയർ പയ്യന്മാരെയൊക്കെ ചുമ്മാ റാഗ് ചെയ്തോണ്ടിരിക്കും, നല്ല ധൈര്യം ഉണ്ടെന്ന് കാണിക്കും, എന്നാൽ 10 പൈസന്റെ ധൈര്യമില്ല. പക്ഷെ ഇത് ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ അലക്സ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കൂടെ ഉണ്ടെങ്കിൽ ഒരു ബലമായിരിക്കും എന്ന് കരുതിയിട്ടാണ് അവൻ ഇവർ കൂടെ കൂട്ടുന്നത്. എന്തായാലും ഇവർ ഡിസ്കസ് ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ എറിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, അല്ല നമ്മൾ വെറുതെ അങ്ങോട്ടേക്ക് ചെന്ന് ഒരു വീഡിയോ എടുത്തോണ്ട് ഒരു കാര്യമില്ല, നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന്, അതായത് വല്ല ഗോസ്റ്റ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഥ പോലെ. അതുപോലെ തന്നെ കോളേജിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ലിൻഡെ കൂടെ നമ്മുടെ ടീമിൽ കൂട്ടിയാൽ നല്ലതായിരിക്കും എന്ന് എറിക്ക് പറയാണ്. അവന്റെ ഉദ്ദേശം വേറെയാണ്, പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് ഉണ്ട്. ആ കാര്യം ജെസിക്ക പറയാണ്. അതായത് ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അയാൾ എല്ലാവരും ഒന്നും ഉള്ളിലേക്ക് കടത്തിവിടില്ല. എന്നാൽ ഈ സെക്യൂരിറ്റി ഗാർഡിന് പരിചയമുള്ള ആളാണ് ലിൻഡ. അപ്പൊ എന്തായാലും അവളെ കൂടെ കൂട്ടിയാൽ അത് ഇവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ജെസിക്കയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബെൻ നേരിട്ട് ചെന്ന് ലിൻഡയോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാത്രി പോകുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ കൂടെ നീ അങ്ങോട്ടേക്ക് വരണം. അപ്പൊ തന്നെ ലിൻഡ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, കാരണം എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി കൂടെ ഉണ്ട്. ഈ കാശ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, നിങ്ങളെ പോലെ കളിച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഇല്ല എന്ന് തന്നെ ലിൻഡ പറയണം. ഇതേ നേരം ജെസിക്ക അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ കമ്മൽ ഊരി കൊടുത്ത് ലിൻഡയുടെ കയ്യിൽ വെച്ചിട്ട് പറയണം, ഇത് വിറ്റാ കിട്ടുന്ന കാശൊന്നും നിനക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ലല്ലോ, ഇന്നൊരു ദിവസം ഞങ്ങളുടെ കൂടെ വാന്ന് പറയണം. കാശിന് നല്ല അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ലിൻഡ അവസാനം സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ 6 പേരും രാത്രിയിൽ നേരെ ആ ഒരു പഴയ ബിൽഡിംഗിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. അയാളെ ലിൻഡയ്ക്ക് പരിചയമുള്ളത് കൊണ്ട് ലിൻഡ അയാളുമായിട്ട് സംസാരിച്ച് ചെറിയൊരു കൈമണിയും കൊടുത്ത് നേരെ ആ ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് ഇവർ പോവുകയാണ്. അതിന്റെ ഉള്ളിൽ കയറിയ പാട് തന്നെ ജെസിക്ക അവളുടെ പണി തുടങ്ങാണ്. ലൈവ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഹേ ഗൈസ്, ഞങ്ങളിതാ ഡി ബ്ലോക്കിലേക്ക് കയറിയിട്ടുണ്ടേ. നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു ഹോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ വെച്ച് എന്തൊക്കെയാ കാണാന്നൊന്നും അറിയില്ല, പല പ്രേതങ്ങളും ഉണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഇതിന്റെ ഉള്ളിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവള് ലൈവായിട്ട് വീഡിയോ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലിൻഡയ്ക്ക് വല്ലാത്തൊരു പേടി. ഇപ്പോ അവൾ എറിക്കയോട് പറയുന്നുണ്ട്, എറിക്ക നമുക്ക് പോകണം, എനിക്കൊരു പേടി പോലെ, തിരിച്ചു പോയാലോ. പക്ഷെ ആരും തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല, എല്ലാവരും ഉള്ളിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ക്യാമറയുമായിട്ട് ലൈവായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് ജെസിക്ക ഉള്ളിലേക്ക് പോവാണ്. അവള് ചുമ്മാ ഓരോന്ന് തട്ടി വിടുന്നുണ്ട്. ഹേ ഗൈസ്, അവിടെ ഒരു നിഴല് പോലെ എന്തോന്ന് ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ശരിക്കും വെള്ള നിറത്തിലുള്ള ഒരു രൂപം ജെസിക്കയുടെ നേരെ വരികയാണ്. അവള് ശരിക്കും പേടിച്ചെന്ന് പറയാലോ. ലൈവിൽ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ അവൾ ഓടുകയാണ്. നേരെ പോയിട്ട് അവിടെ ഡയാനയും അതുപോലെ തന്നെ നമ്മുടെ ലിൻഡ ഇവരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ദേഹത്ത് പോയി ഇടിച്ച് അവള് താഴേക്ക് വീഴുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, നമ്മുടെ അലക്സ് വേഷം കെട്ടി വന്നതായിരുന്നു. പക്ഷേ വീഡിയോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഉഷാറായി. അത്യാവശ്യം ആൾക്കാർ ഇപ്പൊ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊന്ന് ട്രാക്കിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ സിഗ്നൽ കട്ടായി പോവാണ്. നന്നായിട്ടൊന്നും ആളുകൾ കയറി വരികയായിരുന്നു. അപ്പോഴേക്ക് സിഗ്നൽ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നോക്കിയിട്ട് ഇവര് ചുറ്റും നോക്കുന്ന സമയത്ത് ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം ഇവർ കാണുന്നുണ്ട് കേട്ടോ. അവിടെ പോലീസുകാരുടെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ക്രോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജെസിക്ക പറയാണ്, നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ, ചിലപ്പോൾ അവിടെ പോയാൽ സിഗ്നൽ കിട്ടിയാലോ. ഇപ്പൊ എല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ആ സ്റ്റിക്കർ എല്ലാം പറിച്ചു കളഞ്ഞിട്ട്. എന്നാൽ ലിൻഡ പറയണത് വേണ്ട വേണ്ട, അങ്ങോട്ടേക്ക് പോകണ്ട, അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നല്ലേ അർത്ഥം. പക്ഷെ ലിൻഡ പറയുന്ന കാര്യമൊന്നും ആരും കേൾക്കുന്നില്ല കേട്ടോ. ഇവരെല്ലാവരും നേരെ അതിന്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് വന്നതിന് ശേഷവും അവിടെ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുൾ വിജനമായിട്ട് കിടക്കുകയാണ്. ചുമ്മാ തമാശക്കാണ് ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലും ചെറിയൊരു പേടിയുണ്ട്. എന്തായാലും അവർ വന്നു നോക്കുമ്പോൾ ഒരു റൂം മാത്രം പ്രത്യേകമായിട്ട് ക്ലോസ് ചെയ്ത് അങ്ങോട്ടേക്ക് കടക്കാൻ പാടില്ല എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ, അതുകൊണ്ട് തന്നെ ആ വാതിൽ തുറക്കാനായിട്ട് ഇവർ നോക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ അലക്സ് പോയിട്ട് ഒരു കോടാലി എടുത്തിട്ട് വന്നിട്ട് പറയണം, ഇതെന്തായാലും ലോക്കായിരിക്കും, നമുക്കിത് വെട്ടിപ്പൊളിക്കാന്ന് പറഞ്ഞിട്ട് ഡോറിന്റെ അടുത്തേക്ക് വന്ന് അതിലൊന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും ഡോറ് തുറന്നു വരികയാണ്. ഈ ഡോറാണോ നീ വെട്ടിപ്പൊളിക്കാൻ വന്നത്, ഒന്ന് വാട ഉള്ളിലേക്ക് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് എല്ലാവരും ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുറി കേട്ടോ, അത്യാവശ്യം ഇരുട്ടുമുണ്ട്. അവിടുത്തെ വീഡിയോസ് എല്ലാം ഇവരിങ്ങനെ പതിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മൂലയ്ക്കായിട്ട് എന്തോന്നിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം രൂപം. എല്ലാവരും ആകെ പേടിച്ചു പോയി.
ഇപ്പൊ എറിക്ക് മാത്രമാണ് അതിന്റെ അടുത്തേക്ക് അതെന്താ നോക്കാൻ പോകുന്നത്. ഈ സമയത്ത് ആരും ഒരാൾ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തുകയാണ്. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഈ ആടിക്കൊണ്ടിരിക്കുന്ന സാധനം അതൊരു ലൈറ്റ് ആയിരുന്നു. അതിന്റെ മുകളിൽ ഒരു തുണി ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എന്തോ ഒരു രൂപം പോലെ ഇവർക്ക് തോന്നിയത്. എന്തായാലും ലൈറ്റ് ഇട്ടപ്പോഴാണ് ആ റൂമിന്റെ അവസ്ഥ എന്താന്ന് ഇവർക്ക് മനസ്സിലായത് കേട്ടോ. ഒരുപാട് പേപ്പറുകൾ പല ഭാഗത്തായിട്ട് ചിതറിക്കിടുകയാണ്. കാലുകൊണ്ട് അതെല്ലാം വകഞ്ഞു മാറ്റിയ സമയത്ത് ഇതിന്റെ തറയുടെ ഭാഗത്തായിട്ട് എന്തോ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് വൃത്താകൃതിയിൽ. എന്നാൽ അതൊരു സാധാരണ ചിത്രമല്ല, റിച്വലൊക്കെ ചെയ്യില്ലേ ആ നേരത്ത് വരച്ചിടുന്നത് പോലെ ചില വൃത്തങ്ങൾ. ഇത് കണ്ട സമയത്ത് ലിൻഡയ്ക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ഫീൽ ഉണ്ടാവുകയാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ചെറിയ പ്രായത്തിൽ അവളെ പോലീസുകാർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയില്ലേ ഒരു സ്ഥലത്തുനിന്ന്, ഒരു റിച്വൽ നടക്കുന്ന സ്ഥലത്തുനിന്ന്. ആ റൂം ഇത് തന്നെയായിരുന്നു. ഇതുവരെയായിട്ടും അതിന്റെ ആ ഒരു ട്രോമ അവളുടെ മനസ്സിൽ പോയിട്ടില്ല. ആ സ്ഥലത്തേക്ക് തന്നെയാണ് അവളിപ്പോ വന്നിട്ടുള്ളത്. സോ മനസ്സിനൊരു ഷോക്കിംഗ് ഇല്ലാതിരിക്കൂ. ഇതിനിടയിൽ ആ അലക്സ് ഉണ്ടല്ലോ, അവൻ അവിടുന്ന് ഈ പാമ്പ് പൊഴിച്ചിട്ട് അതിന്റെ ഒരു തൊലി കിട്ടുകയാണ്. ഇത് കിട്ടിയവിടെ തന്നെ അവൻ ഇതെടുത്ത് ബാക്കിയുള്ളവരുടെ മേത്തേക്ക് ഇട്ട് അവര് പേടിപ്പിക്കാൻ നോക്കുക. അവന്റെ ഒരു ബേസിക് സ്വഭാവം അങ്ങനെയാണ് കേട്ടോ, ഒരു ഇച്ചിരി അലമ്പാണ്. ഇതിനിടയിൽ ആ തറയിലെ ഒരു ടൈൽ ഇളകി കിടക്കുന്ന കാണുകയാണ്. ആ ടൈല് മാറ്റി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ചത്തുപോയ ഒരു പാമ്പിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പതിയെ അത് പുറത്തേക്ക് എടുക്കുകയാണ്. എല്ലാവരുടെ ഉള്ളിലും ഇത് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഇനി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അലക്സ് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കുകയാണ്. എന്നാൽ ഇത്തവണ പണി പാളി കേട്ടോ. അവന്റെ കൈ കെട്ടി എന്തോ കിട്ടിയിട്ടുണ്ട്. അവൻ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോയപ്പോൾ ഇവൻ പെട്ടെന്ന് കൈ പുറത്തേക്ക് വലിച്ചിട്ട് കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. അതായത് അതും അവന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു. എന്നാൽ ഈ സമയത്താണ് ആ ഒരു ഹോളിന്റെ ഉള്ളിൽ നിന്നും ചില പേപ്പറിന്റെ കഷ്ണങ്ങൾ ഇവർക്ക് കിട്ടുന്നത്. അത് നോക്കിയപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി. അത് സാധാരണ പേപ്പറുകളല്ല, കാര്യമായിട്ട് ചില കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വ്യത്യസ്തമായ ചില ചിത്രങ്ങളും. എത്രത്തോളം ഡേഞ്ചർ ആണ് ഈ കാര്യങ്ങൾ ഇതൊന്നും ഇവർക്ക് ഇപ്പം നിലവിൽ മനസ്സിലാവുന്നില്ല. എന്തായാലും വ്യത്യസ്തമായ ചിത്രങ്ങളും എഴുത്തും ആയതുകൊണ്ട് തന്നെ ഇവർ ഫോൺ കൊണ്ട് അതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാൽ ഈ നേരത്ത് ഫ്ലാഷ് അടിക്കുമ്പോൾ ആ പേപ്പറിന്റെ താഴ്ഭാഗത്തായിട്ട് തിളക്കമുള്ള ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ട് ലിൻഡ കാണുകയാണ്. അവൾക്ക് മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ. ഇത് കണ്ട് അവളൊന്ന് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ അവർ വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കുമ്പോൾ അവൾ അത് വീണ്ടും വീണ്ടും കാണുകയാണ്. അവൾക്ക് മാത്രമേ ഇത് കാണാൻ കഴിയുന്നുള്ളൂ. ഈ കാര്യം ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അവരാരും വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ കണ്ണുകൾ കൊണ്ട് ഇത് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ അവര് പറയാണ്, നീ അക്ഷരങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഇപ്പൊ ലിൻഡ ആ തെളിഞ്ഞു വരുന്ന അക്ഷരത്തിൽ കണ്ട കാര്യങ്ങൾ ഇപ്പൊ പതിയെ വായിച്ചു കൊടുക്കുകയാണ്. ഒരു പാതാള ലോകം, ആ ലോകത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു കിണർ, അത് തുറക്കപ്പെടും. അത് പിന്നീട് നിങ്ങളെ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ ലിൻഡ അവിടെ വായിച്ചത് ആ മാന്ത്രിക വാക്യങ്ങളായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ആ റൂമിന്റെ ജനാലയുണ്ടല്ലോ, അതിൽ വന്നിട്ട് ഈ വെട്ടിക്കിളികൾ വന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ച ഈ വെട്ടിക്കിളികൾ അപ്പൊ തന്നെ ചത്തു പോകുന്നുണ്ട്. ഇതേ നേരം ഇവര് നിൽക്കുന്ന ആ റൂമിന്റെ ആ ഒരു വൃത്താകൃതിയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ആകെ തിളക്കമുള്ള എന്തോ ഒന്ന് രൂപപ്പെടുകയാണ്. തീ പോലെ അതെല്ലാം ജ്വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടുന്നതിന് മുന്നേ തന്നെ അതൊരു കിണറായി മാറുകയാണ്. മുകൾ ഭാഗം വരെ വെള്ളമുള്ള ഒരു കിണറായിട്ട് മാറി. അപ്പൊ തന്നെ ആ വെള്ളത്തിലേക്ക് ഇവരെല്ലാവരും വീഴുന്നുണ്ട്. പക്ഷേ വീണ് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അത് വിശാലമായിട്ടുള്ള ഒരു വെള്ളക്കെട്ടായിരുന്നു. അതിന്റെ പല ഭാഗത്തേക്കായിട്ട് ഇവര് തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ലിൻഡ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വീണ്ടും മുകളിലേക്ക് വന്ന് കയറുകയാണ്. എന്നാൽ വന്ന് കയറി നോക്കുമ്പോൾ അവർ വീണ ആ സ്ഥലത്തല്ല അവളിപ്പോ വന്ന് കയറിയിരിക്കുന്നത്. ഏതോ ഒരു കാടാണിപ്പോ അത്. ചിലപ്പോൾ ആ പേപ്പറുകളിൽ എഴുതി വെച്ച ആ പാതാള ലോകം അതായിരിക്കുമല്ലേ ഇത്. എന്നാൽ ലിൻഡയ്ക്ക് അറിയില്ല അവൾ ഇപ്പൊ എവിടെയാണ് വന്ന് കയറിയിരിക്കുന്നത്. ഇതേ സമയത്തിന് ബാക്കിയുള്ളവർ നോക്കുകയാണെങ്കിൽ അവർ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നപ്പോൾ അവര് വീണ അതേ റൂമിൽ തന്നെയാണ് എത്തുന്നത്. എന്നാൽ അവർ നോക്കുമ്പോൾ ലിൻഡയും കാണാനില്ല, അതുപോലെ തന്നെ ജെസ്സിക്കയും കാണാനില്ല. ഇവരെല്ലാവരും വിചാരിക്കുന്നത് ആ വെള്ളത്തിനടിയിൽ ഇവർ പെട്ടുപോയിന്നാ. അതുകൊണ്ട് അവരെ നോക്കാനായിട്ട് എറിക്ക് ഒന്നുകൂടെ വെള്ളത്തിനടിയിൽ പോകുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരെയും കാണാനില്ല. എറിക്ക് വീണ്ടും വെള്ളത്തിന് മുകളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്തായാലും ഇതിനുശേഷം വീണ്ടും ലിൻഡയെ കാണിക്കുകയാണ്. അവളിപ്പോ ആ ഒരു സ്ഥലത്തിലൂടെ പതിയെ നടന്ന് ഇപ്പൊ ഒരു ശവപ്പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിറയെ പുക അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്താണ് അടിഭാഗത്ത് നിന്ന് വ്യക്തമായിട്ട് കാണുന്നൊന്നുമില്ല. ഈ നേരത്താണ് ലിൻഡയുടെ കാലിൽ എന്തോ ഒന്ന് വന്ന് പിടിക്കുന്നത്. അവളാകെ പേടിച്ചുപോയി. നോക്കുമ്പോൾ ശവകുടീരത്തിന്റെ ഉള്ളിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു പ്രേതം, ചെകുത്താൻ, ഭീമൻ എന്താണെന്നും അറിയില്ല. ഇത് അങ്ങോട്ടേക്ക് വന്നിട്ട് വലിയൊരു അരിവാള് വെച്ച് ലിൻഡയ്ക്ക് നേരെ വീശിക്കൊണ്ടിരിക്കുക. എന്നാൽ നിലത്ത് വീണ് കിടന്നിട്ടും അവളുടെ ദേഹത്തേക്ക് കറക്റ്റായിട്ട് അതിന് കൊള്ളിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തന്നെ ലിൻഡയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന് കണ്ണ് കാണില്ല. അതുപോലെ അവൾ വീണ സമയത്ത് അവളുടെ ഫോൺ താഴേക്ക് വീണായിരുന്നല്ലോ. അപ്പൊ അറിയാതെ തന്നെ അതിൽ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് പല തവണയായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റ് ഈ ഒരു ആത്മാവിന്റെ, ഈ പ്രേതത്തിന്റെ ദേഹത്ത് തട്ടിയ സമയത്ത് അതിന് ദേഹം മുഴുവനായിട്ട് പുകയുന്നത് പോലെ ലിൻഡയ്ക്ക് കാണാൻ പറ്റി. എന്തായാലും അത് താങ്ങാൻ ആ ഒരു രൂപത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് വേഗം തന്നെ ആ കുഴിയിലേക്ക് അത് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് വീണ്ടും ലിൻഡ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ആ സമയത്ത് അറിയാതെ അവൾ വലിയൊരു കുഴിയിലേക്ക് ചെന്ന് വീഴുകയാണ്. വീണ അതേ നേരം തന്നെ ആ കുഴിയുടെ ചുമരുകളിൽ നിന്നും ഓരോ കൈകൾ വന്നിട്ട് അവളുടെ ശരീരം ആകെ പിടിച്ചു വലിക്കാൻ തുടങ്ങുകയാണ്. ലിൻഡ ഇപ്പൊ എന്താക്കി അവളുടെ ഫോണിന്റെ ആ ഒരു
ഒരു ഫ്ലാഷ് ലൈറ്റ് അത് പലതവണ ഓൺ ആക്കുന്നുണ്ട്. ഈ നേരത്ത് ആ ലൈറ്റ് അവറ്റകളുടെ കയ്യിൽ പതിച്ചപ്പോൾ അവറ്റകൾക്ക് അത് എരിയുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം അവറ്റകൾ കൈ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ലിൻഡിയും ജെസ്സിക്ക് ഒഴികെയുള്ള ബാക്കിയുള്ള 4 പേരും അവർക്കറിയില്ല ലിൻഡിയും ജെസ്സിക്ക് എങ്ങോട്ടാ പോയതെന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം നേരെ അവർ സെക്യൂരിറ്റി ഗാർഡിനോട് ചെന്ന് പറയാണ്. ഇയാൾ പറയണത് നിങ്ങൾക്ക് എന്താ പ്രാന്തായോ, നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവരെല്ലാവരും പറയുന്നുണ്ട് ഇല്ല ചേട്ടാ, സത്യമായിട്ടും ഞങ്ങൾ പറയുന്ന കാര്യമാണ്. ഞങ്ങൾ പോയ ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു കിണർ പെട്ടെന്ന് ഉണ്ടായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങളൊക്കെ വീണുപോയി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ 4 പേർ മുകളിലേക്ക് വന്നു, ലിൻഡയും ജെസ്സിക്കയും കാണാനില്ല. ഇപ്പൊ ഈ ഗാർഡ് പറയണ അല്ല, ഈ പെർമിഷൻ ഇല്ലാത്ത ഭാഗത്തേക്ക് നിങ്ങൾ എന്തിനാ കയറിപ്പോയത്? എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അത്ര വിശ്വാസമാകുന്നില്ല. എന്തായാലും ഞാനൊന്ന് വന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളിപ്പോ ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ ഇവർക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനുശേഷം ആ പാതാള ലോകത്തിൽ പെട്ടുകിടക്കുന്ന ലിൻഡയെ കാണിക്കുകയാണ്. അവള് പതിയെ അതിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അതായത് അവളുടെ കൂട്ടുകാരെ തേടിയാ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു കൊട്ടാരം പോലെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിന്റെ പരിസര ഭാഗത്തായിട്ട് ആരെയും കാണാനുമില്ല. അവൾ എന്തായാലും ധൈര്യം സംഭരിച്ച് അതിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീട് തന്നെ. ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിന്റെ പ്രധാന ഹാളിൽ വലിയൊരു ചിത്രം കാണുകയാണ്. ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ നിലത്ത് വീണ് കിടക്കുന്ന ഒരു പാവ അവളെ കാണുന്നുണ്ട്. പതി അത് കൈകൊണ്ടെടുക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ചുമരിലേക്ക് ആ പാവയെ വെക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ പാവയെ പോലെ ഒരുപാടധികം പാവകൾ വേറെ ഉണ്ടായിരുന്നു. പിന്നീട് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആ വീടിന്റെ പല ഭാഗത്തോടെ അവൾ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ പാട്ട് പാടുന്നത് പോലെ ലിൻഡയ്ക്ക് കേൾക്കാൻ കഴിയും. പിന്നീട് നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ചീർപ്പ് കൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ തല വാർന്നുകൊണ്ടിരിക്കുകയാണ്. ലിൻഡ ഇപ്പോ അത് ആരാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മറ്റാരുമായിരുന്നില്ല, ജെസ്സിക്കയായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകളൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ വെള്ള നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ണുകളിൽ കൃഷ്ണമണി കാണാനില്ല. അതിനർത്ഥം അവളുടെ ഉള്ളിലേക്ക് ഏതോ ഒരു ആത്മാവോ അല്ലെങ്കിൽ ഡെയ്മനോ കയറി എന്നല്ലേ. ഇപ്പോ ജെസ്സിക്കയുടെ തല വാരിക്കൊണ്ടിരിക്കുന്ന വെള്ളം വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് പതി എവിടുന്ന് പോവാണ്. അവര് പോയി എന്ന് ഉറപ്പായപ്പോൾ ലിൻഡ വേഗം തന്നെ ജെസ്സിക്കയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ വിളിക്കുകയാണ്. ഇപ്പോഴാണ് ജെസ്സിക്കയ്ക്ക് അവളുടെ സ്വബോധം തിരിച്ചു കിട്ടുന്നത്. അതുപോലെ തന്നെ അവളുടെ വസ്ത്രമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വീഴുമ്പോഴുള്ള വസ്ത്രമല്ല അവളുടെ ദേഹത്ത് ഇപ്പോൾ ഉള്ളത്, ഒരു ചുവന്ന വസ്ത്രം. അതായത് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ കണ്ട ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന സ്ത്രീ ധരിച്ചതുപോലെയുള്ള വസ്ത്രം. ഇപ്പൊ ജെസ്സിക്കയോട് ലിൻഡ പറയണ, ജെസ്സിക്ക എഴുന്നേക്ക് വാ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന്. ഈ സമയത്താണ് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് രണ്ടുപേരും മുകളിലേക്ക് നോക്കുന്നത്. നോക്കുമ്പോ എന്താ, ഇത്രയും നേരം ജെസ്സിക്കയുടെ മുടി വാരിക്കൊടുത്തുകൊണ്ടിരുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾ ഈ ലിൻഡ വന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ലിൻഡയെ പിടിക്കാനായിട്ട് പതിയെ അവിടുന്ന് മാറിയതായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഒരു എട്ടുകാലിയെ പോലെ അതിന്റെ റൂഫിൽ അവൾ അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്നും താഴെ ഇവർക്ക് നേരെ എടുത്തു ചാടുക. താഴെ വന്ന വാർഡിന് ലിൻഡയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലാൻ നോക്കുകയാണ്. ഈ നേരത്തിൽ ലിൻഡ എന്ത് ചെയ്തു, ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് പലതവണ ഓണാക്കുകയാണ്. ഇത് അതിന്റെ മുഖത്ത് തട്ടിയ സമയത്ത് മുഖക്കാകെ കരിഞ്ഞു പോകുന്നത് പോലെയായിട്ട് അത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ജെസ്സിക്കയും കൂട്ടി ലിൻഡ വീണ്ടും പോകാൻ നോക്കുമ്പോൾ അത് വീണ്ടും ചാടി വന്ന് ലിൻഡയുടെ തലയിലിരുന്ന് അതിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പ്രത്യേകതരം വളഞ്ഞ കത്തി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ലിൻഡയെ കുത്താൻ നോക്കുമ്പോൾ ലിൻഡ അതിനെ പിടിച്ച് പിറകിലേക്ക് തള്ളിയിടുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ഈ സമയത്ത് ബിൽഡിങ്ങിന്റെ ആ ഒരു റൂം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഈ സെക്യൂരിറ്റി ഗാർഡിന്റെ കൂടെ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. അയാൾ വന്ന് നോക്കുമ്പോൾ കുറെ പ്രാണികൾ ഈ റൂമിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കാണുന്നത്. അതുപോലെ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടല്ലോ, വല്ല പൈപ്പും പൊട്ടി ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും അല്ലേ. ഈ നേരത്ത് എറിക്ക് പറയുന്നുണ്ട്, എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ പറയുന്നൊന്നും മനസ്സിലാക്ക്. ദാ ഈ കാണുന്ന വട്ടുണ്ടല്ലോ, ഇവിടെയാണ് പെട്ടെന്ന് ഒരു കിണറുണ്ടായിട്ട് അതിത്തെ വെള്ളമാണ് പുറത്തേക്ക് വന്നത്. എന്നെ ഈ സെക്യൂരിറ്റി ഗാർഡിന് ഒട്ടും വിശ്വാസമൊന്നുമില്ല. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും പോലീസുകാരെ വിളിക്കുകയാണ്, അവര് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയണം. എന്നാൽ നല്ല ധൈര്യം ഇത് കാണിച്ച അലക്സ് ഉണ്ടല്ലോ, അവനിപ്പോ പതിയെ എറിക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, എറിക്ക് എനിക്ക് ആകെ പേടിയാവുന്നു, ഇയാൾക്കിട്ട് 2 എണ്ണം കൊടുത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് എറിക്കിനോട് ഈ അലക്സ് പറയുമ്പോൾ ഡയാന ഇവരെല്ലാവരും വിളിക്കുകയാണ്, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട് പറയാം. അതായത് ലിൻഡ ഒരു പ്രത്യേകതരം പേപ്പറിലേക്ക് നോക്കിയിട്ട് ചില മന്ത്രങ്ങൾ വായിച്ചില്ലേ, ആ പേപ്പർ, അതിൽ ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരത് നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് ആൾക്കാർ ഒരു വലിയ കിണറിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. പിന്നീട് അടുത്ത ചിത്രം നോക്കുമ്പോൾ ആ കത്തി ഉപയോഗിച്ച് ഈ കിണറിന്റെ ഉള്ളിലേക്ക് ഇവർ പോവുകയാണ്. പിന്നീട് മറ്റൊരു ചിത്രത്തിൽ കാണുന്നത് ആ കിണർ വഴി ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് കയറുകയാണ്. ആ നേരം അവിടെ ഒരു ചുവന്ന വസ്ത്രം ധരിച്ച സ്ത്രീ ഉള്ളതായിട്ടുള്ള ഒരു ചിത്രം. ഇപ്പൊ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി അവരുടെ കയ്യിലേക്ക് പോവാണ്. മാത്രമല്ല ആ കത്തി ഉപയോഗിച്ച് ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് കയറി വന്ന് എല്ലാവരെയും കൊന്നുകളയാണ്. എന്നാൽ അവരുടെ ലീഡർ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇതെല്ലാം ആ ചിത്രത്തിലൂടെ ഇവർക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു കിണർ, അതുപോലെ തന്നെ ആ കിണർ നേരെ വഴികാട്ടുന്നത് ഒരു കാട്ടിലെ കൊട്ടാരത്തിലേക്കാണ്. ഇപ്പൊ ഡയാന അവള് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഒരു കിണറുണ്ടല്ലോ, ഇതൊരു സീക്രട്ട് വേ ആണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ പഴയ വിശ്വാസങ്ങൾ പോലെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഒരു പാതാള ലോകത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ കിണർ. അല്ലെങ്കിൽ ഈ കിണർ നമ്മളെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകും. മിക്കവാറും ലിൻഡയും ജെസ്സിക്കയും അവിടെയായിരിക്കും പെട്ടുകിടക്കുന്നത്. ഡയാന പറഞ്ഞത് കറക്റ്റ് തന്നെയായിരുന്നല്ലോ. അതായത് ആ കിണറിലൂടെ പാതാള ലോകത്തിലേക്ക് ഇവർ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു ഡയമെൻഷൻ എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ ലിൻഡയെ കാണിക്കുകയാണ്, നേരത്തെ ആ ഒരു വെള്ള വസ്ത്രം ഇട്ട ആ ഒരു പ്രേതത്തിനോട് ഫൈറ്റ് നടത്തിയിട്ട് അവളൊരു കബോർഡിന്റെ ഉള്ളിലേക്ക് ചെന്ന് വീണായിരുന്നല്ലോ. പിന്നീട് എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിൽ നിന്നും എഴുന്നേറ്റ് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന ജെസ്സിക്കയും വിളിച്ച്, വാ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് പോകാന്ന് പറയുമ്പോൾ ആ വെള്ളപ്രേതം ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയ ആ ഒരു കത്തി ഉണ്ടല്ലോ, വളവും തിരിവുള്ള ആ ഒരു കത്തി, അത് നിലത്ത് വീണ് എടുക്കുന്ന കാടാണ്. ഇവർ ആ ഒരു കത്തി എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫുള്ള് രക്തമായിരുന്നു. പിന്നീട് ഇവർ മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ ആ പ്രേതത്തിനെ കത്തി വെച്ച് ആര് കുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ പ്രേതത്തിനെ എങ്ങനെയാ കത്തി വെച്ച് കുത്തുക അല്ലെങ്കിൽ കൊല്ലാനൊക്കെ പറ്റുക? അതായത് നിങ്ങൾ കരുതുന്ന പോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഒരു പ്രേതമൊന്നും ആയിരിക്കില്ല ഇത് വല്ല ചെകുത്താന്റെ ലോകമായിട്ടായിരിക്കും. അവിടെ ജീവിക്കുന്ന മറ്റൊരു തരം ജീവികൾ അല്ലെങ്കിൽ ചെകുത്താന്മാര്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത്. എന്തായാലും കത്തി കൊണ്ട് കുത്തേറ്റ് കിടക്കുന്ന ആ സ്ത്രീയുടെ രൂപം, അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ചുവന്ന വസ്ത്രം ധരിച്ച മറ്റൊരു സ്ത്രീയുണ്ട്. അതിപ്പോ ഉറക്കൻ ഇവരെ നോക്കിയിട്ട് അലറുകയാണ്. എന്റെ അനിയത്തിയെ നിങ്ങൾ കൊന്നല്ലേ, ഇതിന് ഞാൻ പ്രതികാരം വിട്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് അത് വരുമ്പോൾ ലിൻഡിയും ജെസ്സിക്കും ഒന്നും നോക്കിയില്ല, രണ്ടുപേരും അവിടുന്ന് ഓടുകയാണ്. അതായത് ഇവര് വന്ന് കയറി ആ ഒരു കുളം ഉണ്ടല്ലോ, നേരെ അതിന്റെ അടുത്തേക്ക് തന്നെ. ലിൻഡി ഒന്നും നോക്കിയില്ല, അതിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ ജെസ്സിക്ക് അതിലേക്ക് എടുത്ത് ചാടുന്നതിന് മുന്നേ തന്നെ ആ ചുവന്ന വസ്ത്രം ധരിച്ച ആ ചെകുത്താൻ വന്നിട്ട് ജെസ്സിക്ക് അവിടുന്ന് വലിച്ചു കൊണ്ടുപോകാണ്. അതായത് അവളിങ്ങനെ എയറിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ലിൻഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ആ കിണറിന്റെ അടുത്തേക്ക് ആ ചെകുത്താൻ വരുന്നുണ്ട്. ഇതിനുശേഷം ആ റൂമിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. അതായത് ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് ഈ ഗാർഡിന്റെ കയ്യിലുള്ള ചാവി മേടിക്കണം, കാരണം ഇയാൾ ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുക. പക്ഷെ ആ ഒരു ഗാർഡിനോട് മുട്ടി നിൽക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ഈ നേരത്താണ് പെട്ടെന്ന് ആ വൃത്തം അത് വീണ്ടും ഒരു കിണറായിട്ട് മാറുന്നത്. അതിലുള്ള വെള്ളമൊക്കെ കിടന്ന് കറങ്ങാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആകെ ഞെട്ടിപ്പോയി. അതായത് പിള്ളേര് പറഞ്ഞ സത്യമാണെന്ന് ഇയാൾക്ക് ഇപ്പൊ മനസ്സിലായി. എന്തായാലും അതിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇപ്പൊ ലിൻഡ മുകളിലേക്ക് വരികയാണ്. അവളെ ഒരു വിധത്തിൽ ഇവർ പിടിച്ച് കയറ്റുന്നുണ്ട്. ആ സമയത്ത് ലിൻഡ ആകെ ടയർഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ലിൻഡ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജെസ്സിക്ക് ഇപ്പോഴും അതിനുള്ളിൽ പെട്ടുകിടക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ ജെസ്സിക്ക് മുകളിലേക്ക് പൊന്തി വരികയാണ്. എന്നാൽ അവൾക്ക് ഒട്ടും ബോധം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ജെസ്സിക്കയെ പിടിച്ച് ഒരു ഭാഗത്തേക്ക് കിടത്തിയ സമയത്ത് അവളുടെ കണ്ണുകൾക്ക് കൃഷ്ണമണി ഉണ്ടായിരുന്നില്ല, പൂർണ്ണമായിട്ടും വെള്ള നിറമായിരുന്നു. അതുപോലെ ഇവര് നോക്കി നിൽക്കെ പെട്ടെന്ന് തന്നെ അവളിപ്പോ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ കണ്ണിപ്പോഴും ആ വെള്ള നിറത്തിൽ തന്നെയാണ്. അതായത് അവളുടെ ഉള്ളിലേക്ക് ആ ഒരു ഡീമൺ കയറിയിട്ടുണ്ട്. ഇപ്പോ അവളിങ്ങനെ സംസാരിക്കുകയാണ് ഏതോ ഒരു പഴയ ഭാഷയിൽ. എനിക്ക് അവകാശപ്പെട്ട ഒരു സാധനം നിങ്ങൾ അവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് അത് ഇപ്പൊ വേണമെന്ന് പറയാണ്. അതായത് മിക്കവാറും ലിൻഡ വരുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു കത്തി അത് പെട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഒരു കത്തി തേടിയിട്ടായിരിക്കും ഈ ചെകുത്താൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഒരു ഗാർഡ് ഉണ്ടല്ലോ പതിയെ ജെസ്സിക്കയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം, നീ വെറുതെ പ്രാങ്ക് കാണിക്കാൻ നിൽക്കണ്ട, എന്താ പറ്റിയത്? ഇതേ നേരം ജെസ്സിക്കയാണെങ്കിൽ നേരത്തെ അലക്സ് കൊണ്ടുവന്ന ആ ഒരു കോടാലിയും കയ്യിൽ പിടിച്ച് മര്യാദക്ക് എനിക്ക് അവകാശപ്പെട്ട എന്റെ കത്തി തന്നോന്ന് പറയണം. ഈ നേരത്താണ് ലിൻഡ അവളുടെ ഫോൺ ഓണാക്കി ചുമ്മാ ഒന്ന് നമ്മുടെ ജെസ്സിക്കയുടെ നേരെ ചൂണ്ടുന്നത്. ആ നേരത്തെ വീഡിയോയിലൂടെ ലിൻഡയ്ക്ക് ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. അതായത് ആ പാതാള ലോകത്തിൽ വെച്ച് കണ്ട ആ ചുവന്ന വസ്ത്രം ധരിച്ച പ്രേതം ഉണ്ടല്ലോ, അത് ജെസ്സിക്കയുടെ തല പിടിച്ചിട്ട് ആ പ്രേതമാണ് അല്ലെങ്കിൽ ആ ചെകുത്താനാണ് ജെസ്സിക്കയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ നേരിട്ട് കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അതിന് കാണാൻ കഴിയുന്നില്ല. ഇതേ നേരത്തിന് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇയാൾ ജെസ്സിക്കയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, ദയവ് ചെയ്തിട്ട് ആ കോടാലി താഴേക്ക് ഇടുന്ന് പറയാണ്. എന്നാൽ ആ കോടാലി വെച്ച് ഇയാളുടെ കൈക്കിട്ട് ഒരൊറ്റ വെട്ട് കൊടുക്കുക. കൈപ്പത്തി അറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇയാൾ അവിടെ ഇരുന്നു പോയി. അതേ കോടാലി വെച്ച് തന്നെ ജെസ്സിക്ക അയാളുടെ തല വെട്ടി മാറ്റാനല്ല ഇപ്പൊ നോക്കുന്നത്, അയാളെ ചവിട്ടി ആ ഒരു കിണറ്റിന്റെ ഉള്ളിലേക്ക് ഇടുക. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും അവിടുന്ന് പേടിച്ച് ഓടുന്നുണ്ട്. എന്നാൽ ലിൻഡ മാത്രം പോകുന്നില്ല. കാരണം ജെസ്സിക്ക ഇപ്പോ ആ ഒരു പ്രേതത്തിന്റെ കയ്യിലാണ്. എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തണം. ഇപ്പൊ ലിൻഡ എന്ത് ചെയ്തു, ഫോൺ എടുക്കുകയാണ്, അതിന്റെ ഫ്ലാഷ് ഇങ്ങനെ ഓണാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേതത്തിന് ഇതിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജെസ്സിക്കയുടെ ശരീരം വിട്ട് അത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴാണ് ജെസ്സിക്കയ്ക്ക് സ്വബോധം കിട്ടുന്നത്. അവളുടെ കണ്ണുകളൊക്കെ പഴയതുപോലെ ആവുകയാണ്. അപ്പൊ തന്നെ ലിൻഡ പറയാണ്, ജെസ്സിക്ക വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നീട് അവരവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ജെസ്സിക്കയുടെ ഉള്ളിലേക്ക് ആ ആത്മാവ് കയറുകയാണ്. ലിൻഡയുടെ കഴുത്ത് പിടിച്ച് അവളെ തൂക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ലിൻഡ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇപ്പൊ ഓൺ ആക്കുന്നുണ്ടെങ്കിൽ അതിന് എഫക്ട് ചെയ്യുന്നില്ല. ഇപ്പോ ഈ സമയത്ത് ലിൻഡയെ രക്ഷപ്പെടുത്താനായിട്ട് എറിക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവനിപ്പോ ഈ ഒരു ആത്മാവ് തൂക്കിയെടുത്ത് ആ ഒരു കിണറ്റിന്റെ ഉള്ളിലേക്ക് ഒരു ഏറ് കൊടുക്കുകയാണ്. ഇത് കണ്ട് അലക്സും ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് ലിൻഡയെ രക്ഷപ്പെടുത്താനായിട്ട് വന്നപ്പോൾ അവൻ എത്തുന്നതിന് മുന്നേ തന്നെ അവനെ തൂക്കിയെറിഞ്ഞ ആ ഒരു വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് പോകുന്നതിന് മുന്നേ അലക്സ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആത്മാവ് കയറിയ ജെസ്സിക്കയുടെ കാലിൽ കയറി പിടിക്കുകയാണ്. അവൻ അതിന്റെ ഉള്ളിലേക്ക് വീണ സമയത്ത് അതിനെയും വലിച്ചോണ്ടാ പോയത് കേട്ടോ. എന്തായാലും അവസാന നിമിഷങ്ങളിൽ നമ്മുടെ അലക്സ് ധൈര്യം കാണിച്ചല്ലോ. അങ്ങനെ ഈ ആത്മാവ് അതിന്റെ ഉള്ളിലേക്ക് വീണ അതേ നേരം തന്നെ കിണർ പൂർണ്ണമായിട്ടും വീണ്ടും അടഞ്ഞു പോവാണ്. പിന്നീട് ഒരു വിധത്തിൽ എഴുന്നേറ്റ് ലിൻഡ ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവളുടെ കൂട്ടുകാരെല്ലാവരെയും ഒരു കയറിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ശ്വാസം കിട്ടാതെ ഇവരെല്ലാവരും പെടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് പേടിച്ച ലിൻഡ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ മുന്നിലേക്ക് വീണ്ടും ആ രൂപം വരികയാണ്. ഇത് കണ്ട് അവൾ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അതായത് നേരത്തെ ലിൻഡയ്ക്ക് നന്നായിട്ടൊരു ചവിട്ട് ആ ഒരു പ്രേതം കൊടുത്തായിരുന്നു. അതിൽ തെറിച്ചു പോയി വീണ് അവളുടെ ബോധം പോയായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട സമയത്ത് ബോധം തിരിച്ചു കിട്ടി. അവളുടെ കൂടെ ഇപ്പോൾ ഡയാനിയുണ്ട്, അതുപോലെ തന്നെ ബെന്നും ഉണ്ട്. ബാക്കിയുള്ള 3 പേരും അതുപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡും. ഇവർ 4 പേര് ഇപ്പോൾ ആ ഒരു പാതാള ലോകത്തിന്റെ ഉള്ളിൽ പെട്ടുപോവുകയും ചെയ്തു. അതുപോലെ തന്നെ ബോധം വന്നപ്പോൾ ലിൻഡയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. അതിപ്പോ നമ്മുടെ ഡയാനയോടും ബെന്നിനോടും പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ പോർട്ടൽ ഓപ്പൺ ആവാൻ കാരണക്കാരി ഞാൻ തന്നെയാണ്. അറിയാതെങ്കിലും ഞാൻ ആ ഒരു മന്ത്രം ഉച്ചരിച്ചല്ലോ. പിന്നീട് പണ്ട് നടന്ന
നടന്ന എല്ലാ കാര്യങ്ങളും ലിൻഡ ഡയാനയ്ക്കും ബെന്നിനും പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയ പ്രായത്തിൽ അവളെയും അവളുടെ അമ്മയും ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. കാരണം അവളുടെയും അവളുടെ അമ്മയുടെയും ആ ഒരു ഫാമിലിക്ക് ഇതിനുള്ള ഒരു കഴിവ് ജന്മനാ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൾട്ട് ഗ്രൂപ്പ് ഇവരെ കുറെ വർഷങ്ങളായിട്ട് ഹണ്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിന് ലിൻഡ തന്നെ വിചാരിക്കണം. എന്നാൽ നേരത്തെ യാദൃശ്ചികമായിട്ട് ആ ഒരു പോർട്ടൽ അവൾ തുറന്നതാണ്. എന്നാൽ ഇപ്പൊ അതെങ്ങനെ തുറക്കണം എന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും ആ പേപ്പറിന്റെ കഷ്ണങ്ങൾ ഇപ്പൊ അവരുടെ കയ്യിലുണ്ടല്ലോ, അത് വെച്ച് ഇവർക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ആ ഒരു ചിത്രത്തിൽ ഇവർ നോക്കിയ സമയത്ത് ചുവന്ന വസ്ത്രം ധരിച്ച ആ ഒരു സ്ത്രീ, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ആ ഒരു കത്തി, പിന്നീട് അങ്ങോട്ടേക്ക് കയറി വന്ന ആൾക്കാരുടെ കയ്യിലുള്ള കത്തി, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അതായത് ഈ പോർട്ടലും അതുപോലെ തന്നെ ആ ലോകവും ഇതിനുമായിട്ട് ഈ കത്തിക്ക് നല്ല ബന്ധമുണ്ട്. അതുപോലെ ലിൻഡയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഈ ജെസിക്കയുടെ ഉള്ളിലേക്ക് ആ ആത്മാവ് കയറിയ സമയത്ത് അതൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ ഒരു വസ്തു നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് വേണമെന്ന്. അത് ഈ കത്തിയാണെന്ന് ലിൻഡയ്ക്ക് മനസ്സിലായി. അത് അവളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ആ കത്തി ഇപ്പൊ കണ്ടപാട് തന്നെ ബെന്ന് അത് മേടിക്കുകയാണ്. എന്നിട്ട് അവൻ പറയണ ഇത് വളരെ ഡിഫറന്റ് ആണല്ലോ. പിന്നീട് ഈ ബെന്ന് പറയുന്നത്, ലിൻഡ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഇതിപ്പോ ഈ ഒരു കത്തിയുമായിട്ട് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റാനാ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും കൂട്ടി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ? തൽക്കാലം ആ ഒരു ചാവി കണ്ടുപിടിച്ച് നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറയണം. അതായത് ആ സെക്യൂരിറ്റി ഗാർഡിന്റെ കൈ വെട്ടിയിട്ടായിരുന്നല്ലോ ആ ഒരു ആത്മാവ്. ആ അറ്റുപോയ കയ്യിൽ നിന്നും തൽക്കാലം ഇവർ ആ ഒരു ചാവി എടുത്ത് ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഇവരുടെ മുന്നിലേക്ക് ആ ആത്മാവ് വീണ്ടും വരികയാണ്. അതിന്റെ കയ്യിൽ ആ വലിയ കോടാലി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ലിൻഡ പറയുന്നുണ്ട്, ബെന്നെ നിന്റെ കയ്യിൽ ആ കത്തിയില്ലേ, അത് തേടിയിട്ടാണ് ഈ ആത്മാവ് വന്നിരിക്കുന്നത്, അതിനത് കൊടുത്തേക്കെന്ന് പറയണം. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബെന്നെ ആ ഒരു കത്തി കൊടുക്കുന്നില്ല. ഇതേ നേരം തന്നെ ലിൻഡ അവളുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുകയാണ്. ആ ലൈറ്റ് ഇതിന്റെ മേത്തായ സമയത്ത് അതിന് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് അതിന്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ഇവരിറങ്ങി ആ റൂം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് വീണ്ടും ഇവർ കയറി ആ വാതിൽ ഇറുക്കി അടച്ചു പിടിക്കുകയാണ്. ഇപ്പൊ ആ ഒരു സാത്താനാണെങ്കിൽ ആ വാതിൽ വന്ന് പരമാവധി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലിൻഡയും അതുപോലെ തന്നെ ബെന്നും അത് അമർത്തി പിടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ വാതിലിന് ഒരു ഭാഗം വെട്ടിപ്പൊളിച്ച് ആ സാത്താൻ ലിൻഡയുടെ തലമുടിയിൽ പിടിക്കുകയാണ്. ഇപ്പൊ ബെൻ എന്ത് ചെയ്തു, അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അതിന്റെ കൈക്ക് ഒറ്റ വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ തന്നെ അത് അവിടുന്ന് പോകുന്നുണ്ട്. ഇവർക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു ആശ്വാസം തോന്നുന്നുണ്ട്, അതിപ്പോ തൽക്കാലം പോയല്ലോ. എന്നാൽ അധിക നേരമൊന്നും കഴിഞ്ഞില്ല. ഡയാനയുടെ പിന്നിലേക്ക് ആ രൂപം വരികയാണ്. അവളുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ബെന്ന് ആ കത്തി ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ ആ ഒരു കത്തി ഇപ്പൊ ആ ഒരു സാത്താന്റെ കയ്യിൽ പോയി വീഴുകയാണ്. ഇപ്പൊ അതാണെങ്കിൽ ആ കത്തി ഉപയോഗിച്ച് ഡയനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ഡയൻ എന്താക്കി അതിന്റെ കയ്യിൽ കയറി കടിക്കുകയാണ്. ചെകുത്താന് കയ്യിൽ കടിയേറ്റ വേദനയാകുമോ അറിയില്ല. എന്തായാലും ഇതിനിടയിൽ ഒന്നും തള്ളുപോയി അവസാനം ആ ഒരു കിണറ്റിന്റെ ഉള്ളിലേക്ക് ഡയാനയും വീഴുകയാണ്. ഇപ്പൊ ലിൻഡ ഒന്നും നോക്കിയില്ല, അവളും എടുത്തു ചാടുകയാണ് ആ ഒരു വെള്ളത്തിൽ. അങ്ങനെ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് വന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ കാട്ടിലെ ആ ഒരു കുളത്തിലല്ല അവളിപ്പോൾ ഉള്ളത്. പകരം ആ വീട്ടിന്റെ ഉള്ളിലേക്കാണ് അവൾ വന്ന് കയറിയത്. ലിൻഡ ഇപ്പൊ കയ്യിൽ ഫോൺ പിടിച്ചിട്ട്, കാരണം ഇനി എങ്ങാനും ആ ഒരു സാധാ വന്നു കഴിഞ്ഞാൽ ഇതിലെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അത് മാത്രമേ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗമുള്ളൂ. പിന്നീട് അവിടെ മുഴുവൻ അവൾ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും ലിൻഡയുടെ കൂട്ടുകാരെ കാണാനില്ല. ഈ നേരത്താണ് അവിടെ വലിയൊരു കണ്ണാടി കാണുന്നത്. ആ കണ്ണാടിയുടെ മറുഭാഗത്തായിട്ട് ഒരു വലിയ റൂമായിരുന്നു. ആ റൂമിന്റെ ഉള്ളിൽ ലിൻഡയുടെ എല്ലാ കൂട്ടുകാരെയും കഴുത്തിൽ കയറിട്ട് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അവരാരെയും വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ആ കണ്ണാടി പൊട്ടിക്കാനായിട്ട് കസാര ഉപയോഗിക്കുമ്പോൾ ആ കസാര ഉപയോഗിച്ച് അടിച്ചിട്ടും ആ കണ്ണാടി പൊട്ടുന്നില്ല. ഇതേ നേരത്ത് തന്നെ ആ റൂമിൽ എന്തോന്ന് വരുന്നതായിട്ട് ലിൻഡയ്ക്ക് ഫീലായി. അവൾ അവളുടെ ആ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ആ നേരത്ത് കണ്ണാടിയിൽ അവളൊരു കാര്യം കാണുന്നുണ്ട്. ആ സാത്താൻ അവളുടെ കൂടെ തന്നെയുണ്ട്. പിന്നത്തെ കാര്യം പറയണോ, അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഒരു ചെയറിലിരുന്നുണ്ട്. എന്നിട്ട് അവളുടെ ചെവിയിൽ വന്ന് പറയുന്നുണ്ട്, നിനക്ക് അത്ര ധൈര്യോ എന്റെ ഈ ലോകത്തിലേക്ക് വരാൻ? എനിക്ക് അവകാശപ്പെട്ട എന്റെ ഈ കത്തിയെടുക്കാൻ മാത്രം ധൈര്യം നിങ്ങൾക്കൊക്കെ എവിടുന്ന് വന്നു? അങ്ങനെ ധൈര്യം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കണ്ടേ? അത് ഞാൻ തരാപ്പോ. ഇത് പറഞ്ഞ് ലിൻഡയെ വായുവിലേക്ക് അങ്ങനെ ഉയർത്തുകയാണ്. എന്നിട്ട് ആ കത്തി വെച്ച് തന്നെ അവളെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ലിൻഡ എന്താക്കി ഫോൺ എങ്ങനെയോ കയ്യിൽ കിട്ടി അതിന്റെ ഫ്ലാഷ് സ്പീഡിൽ അമർത്തുകയാണ്. എന്തായാലും ആ ഫ്ലാഷ് ലൈറ്റ് ദേഹത്ത് തട്ടിയതോട് കൂടിയിട്ട് ഈ സാത്താൻ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇതെന്തായിരിക്കും അല്ലേ, ഫോണിന്റെ ഫ്ലാഷ് തട്ടിയാൽ ഇതിനിങ്ങനെ ശരീരത്തിൽ ഡാമേജ് വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കാണുന്നത്. എന്തായാലും അത് തെറിച്ചു പോയി വീഴുന്നുണ്ട്. എന്നാൽ അതേ രീതിയിൽ തന്നെ അത് ലിൻഡയെ വീണ്ടും ഉപദ്രവിക്കുകയാണ്. ലിൻഡയെ തൂക്കിയെടുത്ത് ഒരു ഏറ് കൊടുക്കുകയാണ്. അവൾ ആ ഒരു വീട്ടിന്റെ പുറത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന ആ സാത്താൻ പറയാണ്, ഒരു തവണ എന്റെ ഈ ലോകം വിട്ട് നീ പുറത്തേക്ക് പോയി, പക്ഷെ എപ്പോഴും നിനക്ക് അതിന് കഴിയില്ല. ഈ തവണ ഞാൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് അവളുടെ ദേഹത്തേക്ക് ചാടി വീഴാൻ നിൽക്കുമ്പോൾ ആ മാന്ത്രിക കത്തി ഉണ്ടല്ലോ അത് ഈ സാത്താന്റെ മുതുകിൽ വന്ന് കയറുകയാണ്. കുത്തിയത് മറ്റാരുമല്ല, ബെന്നായിരുന്നു. ആ കുത്തേറ്റതോട് കൂടിയിട്ട് സാത്താന് അതിന്റെ ഒരു ശക്തി ഉപയോഗിക്കാൻ കഴിയാതെയായി. അത് ഇവിടുന്ന് പോവാണ്. ഈ സമയത്ത് ലിൻഡയും അതുപോലെ തന്നെ ബെന്നും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുക. എന്നാൽ അവരിപ്പോ വന്ന ഒരു പോർട്ടല് അത് ക്ലോസ് ആയിട്ടുണ്ട്. എങ്ങനെ തിരിച്ചു പോകും? അതുപോലെ തന്നെ ബെന്നിന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു കത്തി ഉണ്ട് കേട്ടോ. ഇപ്പൊ ബെന്നി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് ലിൻഡയോട് പറയുമ്പോൾ ലിൻഡ പറയണ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ പെട്ടുകിടക്കുകയാണ്, അവര് നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ. ഇപ്പൊ ബെന്നി പറയണ, ലിൻഡ അത് നോക്കിയിട്ട് കാര്യമില്ല, അവര് മരിച്ചു കഴിഞ്ഞതാണ്, അവരെന്തായാലും നമുക്ക് രക്ഷപ്പെടുത്താൻ
നിർത്താൻ കഴിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. അതായത് ആ ഒരു കത്തി അവൻ കയ്യിൽ നിന്ന് താഴെ വെക്കുന്നേ ഇല്ല. അതുപോലെ ഭയങ്കര സെൽഫിഷ് ആയിട്ട് സംസാരിക്കുക. ഈ സമയത്താണ് ലിൻഡ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് പച്ച കുത്തിയ ഒരു ടാറ്റു. അവൾ ഇതിനു മുന്നേ ഈ ടാറ്റു വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ അവളെയും അവളുടെ അമ്മയും കൂടെ ഒരു കൾട്ട് ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുവന്നിട്ട് ഈ റൂമിലിട്ട് ആ പോർട്ടൽ ഓപ്പൺ ആക്കാൻ നോക്കിയില്ലേ, ആ കൾട്ട് ഗ്രൂപ്പിന്റെ ദേഹത്ത് ഇതുപോലെയുള്ള ഒരു പാട് അവൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലിൻഡ ചോദിക്കുകയാണ്, ബെന്നെ സത്യം പറ, നീ ആരാണ്? ഇത് കേട്ടപ്പോൾ ബെന്നിനും മനസ്സിലായി അവന്റെ കള്ളി വിളിച്ചതായെന്ന്. അതായത് ഈ ബെന്ന് മറ്റാരുമല്ല, പണ്ട് ലിൻഡയും അതുപോലെ തന്നെ അവളുടെ അമ്മയും തട്ടിക്കൊണ്ടുവന്ന ആ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ ഉണ്ടല്ലോ, ആ ലീഡറിന്റെ മകനാണ് ഈ ബെന്ന്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ബെന്ന് തന്നെയല്ലേ ഈ സ്ഥലം ഇവർക്ക് കാണിച്ചു കൊടുത്തതും ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും? അവന്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല, ഈ കത്തിയായിരുന്നു. ബെന്നും അവന്റെ ആ ഒരു കുടുംബവും കുറെ വർഷങ്ങളായിട്ട് ഈ കത്തി കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയായിരുന്നു. അവർക്ക് ഈ ലോകം, ഈ പാതാള ലോകം കീഴടക്കണം, അതിലൂടെ അവർക്ക് എന്തൊക്കെയോ നേടാനുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ആ കത്തി കണ്ടുപിടിച്ച് ആ ലോകത്തിലേക്ക് ചെന്ന ആളുണ്ടല്ലോ, അത് ഈ ബെന്നിന്റെ മുതുമുത്തച്ഛനാണ്. എന്നാൽ ഇന്നേ വരെ അവരുടെ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ ബെന്നിന് പൂർത്തിയാകണം, ആ ലക്ഷ്യം മാത്രമേ ഇവന് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ലിൻഡയോട് പറയുന്നുണ്ട്, ലിൻഡ, നിനക്ക് നിന്റെ കുടുംബത്തിനും ഈ ഒരു പോർട്ടൽ അത് ഓപ്പൺ ആക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് നീ അത് ഉപയോഗിക്കുക, എങ്ങനെങ്കിലും ഈ വാതിൽ തുറക്കുമെന്ന് പറയാണ്. എന്നാൽ കൂട്ടുകാരില്ലാതെ പോകാനായിട്ട് ലിൻഡയ്ക്ക് യാതൊരു മനസ്സും വരുന്നില്ല കേട്ടോ. എന്നാൽ പെട്ടെന്നാണ് ആ കണ്ണാടി തകർന്ന് ബാക്കിയുള്ള എല്ലാവരും അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് ആ ഒരു പെൺ സാത്താനുണ്ടല്ലോ, അതിന്റെ ശക്തി കുറച്ചു നേരത്തേക്കെങ്കിലും ക്ഷയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലൂടെ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ പറ്റിയത്. എന്നാൽ അതിന്റെ ആ ഒരു ശക്തി കുറച്ചു നേരത്തേക്ക് കുറഞ്ഞു എന്ന് പറയുന്നില്ലേ, അത് പഴയതുപോലെ തന്നെ ആവുകയാണ്. ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നില്ലേ, അതിൽ നിറയെ രക്തം നിറയാണ്. കൂടാതെ തന്നെ ഭയങ്കരമായ ഒരു കരച്ചിലും. ഇത് കേട്ട് ഇവർ 6 പേരും പേടിച്ചോടുന്നുണ്ട്. ആ കാട്ടിലൂടെ ഇരുട്ടത്ത് ഓടുന്ന സമയത്ത് വഴിയൊന്നും വ്യക്തമല്ല. അതായത് ആ ഒരു കുളം ഉണ്ടല്ലോ, അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഇവർ ഓടുന്നത്. അങ്ങനെ ഓടുന്ന സമയത്ത് ആദ്യം ലിൻഡ വീണ ഒരു കുഴിയുണ്ടല്ലോ, ആ കുഴിയിലേക്ക് ഡയാന ചെന്ന് വീഴുന്നുണ്ട്. ഒരുപാട് ആത്മാക്കളുടെ കൈകൾ വന്നിട്ട് ആ ചുമരിന്റെ ഉള്ളിലേക്ക് അവളെ വലിക്കാൻ നോക്കുകയാണ്. ഇപ്പോ ഡയാനെ രക്ഷപ്പെടുത്താനായിട്ട് ലിൻഡ അതിലേക്ക് ചാടാൻ നിൽക്കുമ്പോൾ ഇറക്കി പറയണം, നീ ചാടണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം. അങ്ങനെ ഇവർ അതിന്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങി. ഇതേ നേരം തന്നെ ലിൻഡ അവളുടെ ആ ഒരു ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ കൈകളെയൊക്കെ പൊള്ളിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് ഡയാനെ രക്ഷപ്പെടുത്തി ഇവര് മുകളിലേക്ക് കയറുന്നുണ്ട്. ഈ നേരത്താണ് അവിടെ ഒരു ശവപ്പറമ്പ് ഉണ്ടായില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ശവങ്ങൾ എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. പേടിച്ച് വിറച്ചു പോയിട്ടുണ്ടെങ്കിലും ഇവരെല്ലാവരും ഇപ്പോൾ നേരെ ആ ഒരു കുളത്തിനെ ലക്ഷ്യമാക്കി ഓടുകയാണ്. എന്നാൽ ആ സ്ഥലത്ത് എത്തി നോക്കുമ്പോൾ അങ്ങനെ ഒരു കുളം അവിടെ കാണാനില്ല. അതായത് ആ ഒരു പോർട്ടൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇതേ നേരം തന്നെ മഴ പെയ്യാനും തുടങ്ങുകയാണ്. നോക്കുമ്പോൾ അത് സാധാരണ മഴയായിരുന്നില്ല, പകരം രക്തത്തിന്റെ മഴയായിരുന്നു. പേടിച്ച് വിറച്ച് ഈ നേരത്തെ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഈ സമയത്താണ് ലിൻഡ അവളുടെ ബാഗിൽ നിന്നും ആ ഒരു പേപ്പറിന്റെ കഷ്ണം എടുക്കുന്നത്. അതായത് ആ മന്ത്രങ്ങൾ എഴുതി വെച്ച ആ ഒരു പേപ്പർ അവൾ വേഗം തന്നെ അത് വായിക്കാൻ തുടങ്ങുകയാണ്. അവളെ കൊണ്ട് മാത്രമേ ആ ഒരു പോർട്ടൽ അത് ഓപ്പൺ ആക്കാൻ കഴിയുള്ളൂ. കാരണം അവളുടെ കുടുംബം അങ്ങനെ ഒരു പവറുള്ള കുടുംബമാണ്. എന്തായാലും അവിടെ ആ ഒരു പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സോ എല്ലാവരും വേഗം അതിലേക്ക് എടുത്ത് ചാടുകയാണ്. ആദ്യം തന്നെ അലക്സ്, പിന്നീട് എറിക്ക്, ഡയാന, പിന്നെ ആ ഒരു കൈ മുറിഞ്ഞു പോയ സെക്യൂരിറ്റി ഗാർഡ്, ഇവരൊക്കെ ഇറങ്ങി. ഇനി ബാക്കിയുള്ളത് ലിൻഡയും ജെസിക്കും ബെന്നാണ്. ഇപ്പൊ ബെന്നിനോട് ചാടാൻ പറഞ്ഞ സമയത്ത് അവൻ പറയണ, ഇല്ല എനിക്ക് വരാൻ പറ്റില്ല, ആ കത്തി അവിടെ, എനിക്കത് വേണമെന്ന് പറയണം. ഇപ്പൊ ലിൻഡ പറയണ, നിന്റെ കുടുംബക്കാരെ പോലെ നീ വെറുതെ അതിന്റെ പിന്നാലെ പോവല്ലേ, ജീവിതം ഇല്ലാതായി പോകും. എന്നാൽ അതൊന്നും നോക്കാതെ ബെന്ന ആ ഒരു കത്തി അങ്ങനെ തപ്പി അവസാനം അതവൻ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ആ സാത്താൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവനെ അവന്റെ കഴുത്തിൽ പിടിച്ച് പൊക്കി എടുക്കുകയാണ്. പിന്നീട് അവനെ തൂക്കി ഒരേറ്റ ഏറുകയാണ്. അവൻ നേരെ വന്നത് ജെസിക്കയുടെ മേത്തേക്കായിരുന്നു. ജെസിക്കയും അവിടെ വീഴുന്നുണ്ട്. ഇതേ നേരം ലിൻഡ അവളുടെ ആ ഒരു ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാൻ നിൽക്കുമ്പോൾ അവളെയും തൂക്കി എറിയാണ്. അതിൽ അവളുടെ ആ ഒരു ഫോൺ ഡാമേജ് ആയി പോകുന്നുണ്ട്. പിന്നീട് അവളുടെ മേത്തേക്ക് കയറി നിന്ന ഈ ഒരു സാത്താൻ അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചിട്ട് പറയണം, ഇനി നീ എന്നൊന്ന് വേദനിപ്പിച്ച് എനിക്കൊന്ന് കാണണം. എന്നാൽ ലിൻഡയുടെ കയ്യിൽ ഇപ്പൊ ഫോണില്ലല്ലോ. എന്നാൽ ലിൻഡയുടെ കയ്യിൽ മറ്റൊരു കാര്യം കിട്ടുകയാണ്, ആ ഒരു കത്തി. അവളൊന്നും നോക്കിയില്ല, ഈ ഒരു സാത്താന്റെ തലക്കിട്ട് അത് വെച്ച് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ടും ആ കുത്തേറ്റാൽ അത് ചാവില്ല, എന്നാൽ അതിന്റെ ശക്തി ക്ഷയിച്ചു പോകും. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ലിൻഡയും ജെസിക്കും ഒന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ബെൻ വരികയാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നീട് ഇവർ ആ ഒരു പോർട്ടൽ വഴി ആ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ബെന്ന് വന്നില്ല. അപ്പോഴേക്കും ആ ഒരു പോർട്ടൽ അടഞ്ഞു പോവാണ്. പിന്നീട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഇവരെല്ലാവരും കൂടി ഒന്നുകൂടെ ആ പോർട്ടൽ തുറക്കാൻ നോക്കിയെങ്കിലും അത് തുറക്കുന്നില്ല. പിന്നെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി, ആ ഒരു കത്തി സ്വന്തമാക്കാനായിട്ട് ആ അത്യാഗ്രഹം കാരണം അവൻ തന്നെയാണ് ഈ ആപത്ത് വിളിച്ചു വരുത്തിയത്. ഇവിടെ ഇപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബെന്നൊഴികെ ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ വെച്ച് ഇനി മറ്റൊന്നും ഇവർക്ക് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് ഇവർ ഇവിടുന്ന് പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ എടുത്തിരുന്നത്. കഥ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറെ പേരൊന്നും ഇപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.